പിന്നെ ജാഫർക്ക് ഗംഭീര പെർഫോമൻസ് ആണ്. ചെറിയ പടമാണ്, പക്ഷെ രസമുണ്ട്. കോമഡി ഉണ്ട്, ഒരു ഫാന്റസി മൂഡിലുള്ള പടമാണ്. സിനിമയിലെ അണിയറ പ്രവർത്തകരെല്ലാം ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. അഭിനയിച്ച ജാഫറാണെങ്കിലും ഇന്ദ്രൻ സേട്ടനാണെങ്കിലും ഡയറക്ടറാണെങ്കിലും പ്രൊഡ്യൂസർ റഷീദ് പാറയ്ക്കല്, പിന്നെ അഷ്റഫ് ഇലാക്കല്, പ്രൊഡ്യൂസർ, ഇവരെല്ലാവരും സുഹൃത്തുക്കളാണ് ഞങ്ങള്. അപ്പോൾ അതിൻ്റെ പേരിൽ അവരുടെ ഒരു കൊച്ചു സംരംഭമാണ്. ആ അവര് ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടും ആണ്. ആ പടം നന്നായിട്ട് നല്ലൊരു സിനിമ, എല്ലാവർക്കും വന്ന് കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. എൻ്റെ പ്രൊഡ്യൂസർ അഷ്റഫ് ഇല്ലാക്കിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജാഫർ ഇടുക്കി വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട് പാടിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു നല്ല സിനിമയാണ്. ഒരു ഡിഫറെന്റ് സബ്ജക്ട് ടോട്ടലി. എങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് നല്ലൊരു കോൺസെപ്റ്റ്. അതല്ല, ഇതൊരു വേറെ രീതിയിലൊരു ജാഫർക്ക് കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. അല്ല, എങ്ങനെയുണ്ട്? നിങ്ങളിത് കേട്ടായിരുന്നു, നിങ്ങളിത് കണ്ടു ഇല്ലേ? നിങ്ങൾ കണ്ടിട്ട് എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കുന്നത് അതാണ് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ദ്രൻസേട്ടൻ്റെ കൂടെ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ കയറി തിയേറ്ററിൽ നിന്ന് അയാൾ വല്ലാതെ വിഷമിച്ച് ഇന്ന് കരഞ്ഞൊക്കെയാ പോകുള്ളൂ. ഇങ്ങനെയൊക്കെയാണോ ഒരു ആൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു വീട്ടിൽ കിടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം. പിന്നെ അത് കോമഡി ഭാഗത്തിൽ അങ്ങോട്ട് കണ്ടുപോയി കഴിഞ്ഞാൽ കോമഡി ആയിട്ട് പോകും. നമ്മുടെ ഈ പടത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടല്ലോ. അടിയുണ്ട്, പാട്ടുണ്ട്, രണ്ടു നല്ല പാട്ടുണ്ട്, ചിരിക്കാനുണ്ട്, ഒന്ന് കണ്ണു നനയാനുണ്ട്, പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അല്ല അവിടെ നടക്കുന്നത് അല്ലേ? അത് നമ്മൾ പറയണ്ട. ഞാൻ എങ്ങനെയാ മരിച്ചേ, കുട്ടൻ എങ്ങനെയാ മരിച്ചെന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കണം അല്ലേ? അപ്പൊ പടം കാണണം. അപ്പം ഒത്തിരി പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പടവും അതുപോലെ തന്നെ ഞങ്ങൾ ശരിക്കും പറഞ്ഞ പേടിച്ചിറക്കാൻ ഞാൻ ഓണത്തിന് റിലീസ് ഒത്തിരി പടങ്ങളുണ്ടായി. ആ സമയത്തൊക്കെ നമ്മൾ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ സൈഡിൽ കൂടെ പോകുന്ന പടമല്ല. അങ്ങനെ നമ്മൾ ഞാനും ഞങ്ങളൊരു 10-5 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ഇറക്കി കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ കൊള്ളാട്ടോ, ആ പടം കുഴപ്പമില്ല അതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ നിങ്ങളെയൊക്കെ ഒന്ന് വിളിച്ചു വരുത്തുക. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇനിയും നിങ്ങൾ വിളിക്കും. ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കണ്ടേ? ഞാൻ പറയുന്നത് നമ്മുടെ പടം മാത്രമല്ല, നമ്മൾ ഇറക്കുന്ന പടം മാത്രമല്ല വിജയിക്കുന്നത്. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറഞ്ഞാൽ അറിയാതെ വിമർശിക്കുന്നത് നമ്മൾ അത് ഏറ്റെടുക്കണം. നല്ല വിമർശനം ഏറ്റെടുക്കണം. കൊള്ളാത്ത വിമർശനം മറുപടി പറയാതെ എത്ര നാളും ചിന്തിച്ചിട്ടും ഒക്കെയാണ് കഷ്ടപ്പെട്ടൊരു സിനിമ കൊണ്ടാണ്. നമ്മൾ ഇനി എന്നിട്ട് നാളെ കഴിഞ്ഞ് സിനിമ ഉണ്ടാവുമല്ല. ഒരു 4-5 വർഷമൊക്കെ ഒരു റൈറ്ററിൽ നിന്ന് ഡയറക്ടറൊക്കെ ആയിട്ട് അവിടെ ചെന്നു ഇവിടെ ചെന്നു അവിടെ ചോദിച്ചു, അയാൾക്ക് ഡേറ്റില്ല ഇയാൾക്ക് ഡേറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞേ. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് പടം അയാൾ ഒരു വിധത്തിൽ ഉണ്ടാക്കി പറക്കി കൊണ്ടുവന്ന് അത് റിലീസ് ചെയ്യുമ്പം ഇതുപോലെ നിങ്ങൾ വരും. വന്നു കഴിഞ്ഞിട്ട് ആ പറയുമ്പോഴാണ് ചിലപ്പം കുറെ ആൾക്കാരെ നമ്മൾ വൾഗീകരിച്ചോണ്ടൊക്കെ ചിത്രീകരിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ. അതായത് അങ്ങനെ ചെയ്ത് ഇങ്ങനെയാണ്, അതൊക്കെ ചുമ്മാ ഒരു കാശുണ്ടാക്കാൻ പറയും. അത് അങ്ങനെയൊക്കെയാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. അത് അയാളെന്താ കാശ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സത്യസന്ധത എങ്ങനെ ചെയ്യുക, സത്യമായിട്ട് ചെയ്താൽ മതി. നല്ലതാണെങ്കിൽ നല്ല, ചീത്തയാണെങ്കിൽ ചീത്ത, ഒറ്റ ആഗ്രഹങ്ങൾ ചെയ്യുന്നു. പിന്നെ അതിനെ ഇങ്ങനെ എടുത്തിട്ട് ഭയങ്കര വൾഗീകരിച്ച് നമ്മളെ അതൊരു കുശുമ്പ കുന്നായ്മ അവന് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലം നടത്താം. അപ്പം വേണ്ട, നല്ലതെന്ന് പറയാ, ചീത്തെന്ന് പറയാം. പറഞ്ഞോ, അത് ഞാൻ പറഞ്ഞോളൂ. നീ ചോദ്യം ചോദിക്കണ്ട, എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു 10-20 കൊല്ലം പെട്ടെന്ന് പറയല്ലേ. ഞാൻ ഒരു 10-20 കൊല്ലമായി, ചിലപ്പോൾ 17 കൊല്ലമായിരിക്കും, ചിലപ്പോൾ 18 കൊല്ലമായിരിക്കും. ഒരു 10-20 കൊല്ലമായി എന്ന് പറയുന്നത് നമ്മളൊരു സാധനം. ഇപ്പം ഇടുക്കിയുടെ കാറ്റിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു 2 ആനേനെ കണ്ടു. ഞാൻ അവിടെ ചായക്കട ചെന്നിട്ട് ഞാൻ മണ്ണ മണിക്ക് മീൻമുട്ടിൽ 10-15 ആന. അത് അതിശയോക്തി എന്ന് പറയുന്നത് വാക്കാണ് അല്ലേ? അതിശയോക്തി. മലയാളത്തിൽ അങ്ങനെയല്ല അതിശയോക്തി. ഒന്നിനെ കൂട്ടി പറയുന്നു. ഒന്നുമില്ല. ഞാനും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ മരണപ്പെട്ടു, ഒരു 14 കൊല്ലം മുമ്പ് മരണപ്പെട്ട എൻ്റെ ഇളയ സഹോദരനും ഒന്നിച്ച് അതുങ്ങളുടെ സിനിമ കാണാൻ. അവരുടെ കല്യാണമൊക്കെ ആലോചിച്ച് അവർക്ക് കല്യാണം വന്നപ്പോൾ ഞങ്ങളുടെ ബ്ലോക്ക് തെന്നിപ്പോയി. പിന്നെ ആ ബന്ധം മുറിഞ്ഞു. പിന്നെ പടം കാണാറില്ല. പിന്നെ 20 വർഷത്തിനിടയ്ക്ക് ബിഗ് ബി
ഞാൻ ഒരു കാൽഭാഗത്തിന് കയറി കഴിയുമ്പോഴത്തേക്കും ഞാൻ വേറൊരു വിഷയമായിട്ട് ഇറങ്ങിപ്പോന്നു. പിന്നെ വേറൊരു പടത്തിൽ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഒരു പകുതി ആയിരുന്നു ഉറങ്ങി. ആ പടം തുടങ്ങാൻ താമസിച്ചു. പിന്നെ എഴുന്നേറ്റ് കണ്ടത് തോന്നിയില്ല. പിന്നെ അങ്ങനെ ഇപ്പതേ വന്നു. എൻ്റെ സിനിമയാണ്. എനിക്കതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നമ്മളിപ്പോൾ വീട്ടിൽ കയറിയിട്ട് ഞാൻ സിനിമ കാണാൻ പോയിട്ട് കയറില്ല എന്ന് പറഞ്ഞ കാര്യമുള്ളൂ. അതുകൊണ്ട് എനിക്ക് പൈസ തന്നല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. മാക്സിമം നമ്മൾ പൈസ മേടിച്ച് തിന്ന് വീർപ്പിച്ച് എൻ്റെ മക്കളെയും വീർപ്പിച്ച് പെണ്ണുമ്പിള്ളേരെയും വീർപ്പിച്ച് എൻ്റെ സ്വന്തക്കാരും വീർപ്പിച്ച് തന്നാൽ പോരാ. അപ്പം ഞാൻ മേടിച്ചതിന് അയാൾക്ക് ഈ പടം കഴിഞ്ഞിട്ടും നമ്മൾ ചെയ്യണം. അതെല്ലാം നടന്മാരും ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കുന്നതല്ല. അപ്പം അതിനെല്ലാത്തിനും വന്നാ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ദൈവത്തെ ഓർത്ത് നല്ലതിന് നല്ലതാണെന്ന് പറയുക. ഇതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് സഹകരിച്ച് പറഞ്ഞ് ഒന്ന് രക്ഷപ്പെടുത്തി വിട്ടാൽ അടുത്ത പടത്തിലൊക്കെ കാണാനാവേ. ഞാൻ പോട്ടെ. നിങ്ങളൊന്നും വൈകാണോ എല്ലാവർക്കും. എല്ലാവരും കണ്ടോ, ഇങ്ങനെ വാപ്പാനെ ഞാൻ അനുകരിക്കുന്നുണ്ട്. അബൂബക്കർഖാനെ ഇച്ചിരി അനുകരിച്ചുകൊണ്ടാണ് ഞാൻ മലയാള സിനിമ എൻ്റെ ജീവിതം കൈകാര്യം ചെയ്യുന്നത്. ഞാൻ നവാസ്, കലാഭവ നവാസിൻ്റെ ജ്യേഷ്ഠനാണ് നിയാസ്. അതല്ല ഞാൻ ഇവരോട് രണ്ടുപേരും പറഞ്ഞിട്ടുള്ള വാപ്പാനെ ഞാൻ ഇച്ചിരിച്ച് അനുകരിക്കുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ. ആ സത്യം നിർത്തി വീടുകൾ നിർത്തി സിഗരറ്റാക്കി ഇപ്പൊ കുത്തിക്കൊണ്ടുള്ള ചുമയില്ല. അല്ലേ ഓക്കെ പറയാം. ഇത് കൈയടിക്കല്ലേ? അല്ല ഇതിനെ കൈയടിക്കില്ല. ക്യാമറ പോകും. അത്ര ബ്ലാക്ക് ഇങ്ങനെ പ്രൊഡ്യൂസറാണ്. എല്ലാവരും കാശ് മേടിച്ചോളാം. അയ്യോ ഇത് നക്കണം എങ്ങനെയാണ് പ്രിയങ്കയ്ക്കാണ് വരും. അതാൾക്കാരല്ല ഡയറക്ടർ നമ്മുടെ നടക്കില്ല. ഇതൊക്കെ നിങ്ങളൊക്കെ വലിയ കാശുള്ള എടുത്ത് കഴിഞ്ഞ് പണം ചെയ്യാൻ പാടില്ല. നമ്മൾ ഇതുപോലെ വിളിച്ചു വെച്ചു. ഇത് ഇന്റർനാഷണൽ ലെവലിൽ പോലെ പടം ആര്യമായിട്ട് അഭിനയിച്ചു. നേഴ്സിന് കണക്ക് വരികട്ടെ. ഒരു പണിക്കാരി 5 രൂപ ഒക്കെ അരിക്കുക. ആ അതെ മോശം മന്ത്രി സാറ് ആ നമ്മൾ ഇലകൻ സമിതിയുടെ ഏറ്റവും വലിയ ഞാൻ മാറ്റം ഓക്കെ. ഞാൻ അഭിനയിച്ച് തകർത്ത നമ്മുടെ അഭിനയിച്ച് തകർത്തതിന്റെ പ്രൊഡ്യൂസർക്ക് സിനിമാനിയുടെ പാട്ട് മ്യൂസിക് ചെയ്ത പടത്തിന്റെ മ്യൂസിക് ചെയ്തതാണ്. ഓക്കെ. പിന്നെ ഒറ്റ കാര്യം വലിയൊരു സംഭവം പറയാം. ഞാനിങ്ങനെ ഒരു സിനിമാക്കാരനാകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇടുക്കി രാജൻ എൻ്റെ ഗുരു മിമിക്രി എനിക്ക് പറഞ്ഞു തന്നയാള് ചെയ്ത് കേട്ടോ. ഇതാണ് എൻ്റെ ഗുരു. എല്ലാവരും കണ്ടോളാം. ഇത് വെറുതെ വെച്ചേക്കരുത്. പിന്നെ ആരെങ്കിലും എനിക്ക് ചാൻസ് ചോദിച്ചെന്ന് പറഞ്ഞ് ഒന്നും പറഞ്ഞേക്കരുത്. എനിക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ. ഓക്കെ. സിംഗിളാണ്. എല്ലാവരും മുറിച്ചു. ഇനി മഞ്ജു കയറും. അത് നിങ്ങളാരെങ്കിലും കയറിയത് മേളാങ്കിക്ക് 1 ഏക്കർ